നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 14 ഞായറാഴ്ചയാണ്, ഇടവം 31. അപ്പോൾ അങ്ങനെ കാനറികളുടെ നിരാശയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ലോക ഫുട്ബോളിന്റെ വിശേഷങ്ങളിലേക്കാണ്. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചു മൊറോക്കോ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മൊറോക്കോയ്ക്കായി ഇസ്മായിൽ സായിബാരിയാണ് ആദ്യ ഗോൾ അടിച്ചത്. ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയർ സമനില ഗോൾ നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ ഉറക്കമളച്ചിരുന്ന് കാത്തിരുന്നതാണ് കാനറികൾ മഞ്ഞപ്പടയുടെ ആരാധകർ. പക്ഷേ ഒരു ജയത്തുടക്കം ഉണ്ടായില്ലെങ്കിലും ശക്തമായ മത്സരമാണ് നടന്നത്. മൊറോക്കോ ചെറിയ ടീമല്ല, അവിടെ പിടിച്ചു നിൽക്കാനായി എന്നത് ഒരു ആശ്വാസവാക്കായി പറയാമല്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ഗുഡ് മോർണിംഗ് ക്രിസ്ത്യന. ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയോട് കൂടിയാണ് അവരുടെ ലോകകപ്പ് ക്യാമ്പയിന് തുടക്കമായിരിക്കുന്നത്. കാരണം ഈ ലോകകപ്പിലെ ഫേവറേറ്റുകളിൽ ഇല്ലെങ്കിൽ എല്ലാ ലോകകപ്പും കളിച്ച ഏറ്റവും കൂടുതൽ ലോക കിരീടങ്ങൾ നേടിയ, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ, അങ്ങനെ റെക്കോർഡുകളുടെ തുടർ ഈ ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിലെ അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഗോട്ട് ടീം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ബ്രസീലിന് അവരുടെ ഈ ലോകകപ്പ് ക്യാമ്പയിനിൽ ഒരു മോശം തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബ്രസീൽ ടീമിനെയോ അവരുടെ ആരാധകരെ തൃപ്തരാക്കില്ല. അതുതന്നെയാണ് അവരുടെ ചരിത്രം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ടീമിൻ്റെ പാരമ്പര്യം അതുതന്നെയാണ്. പക്ഷേ അവർക്ക് മൊറോക്കോ പോലുള്ള ഒരു ടീമിനോട് സമനില നേരിടേണ്ടി വന്നത് വലിയ നിരാശയാണ്. മൊറോക്കോ സമീപകാലത്ത് വലിയ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്, കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. അല്ലെങ്കിൽ സമീപകാലത്ത് അവരുടെ ഒരു വലിയ ട്രാൻസിഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ടീമുകളിലാണ്. അങ്ങനെയൊക്കെ ന്യായീകരണങ്ങൾ പറയാമെങ്കിൽ പോലും അപ്പുറത്ത് ബ്രസീലാണ്. ബ്രസീൽ എന്തെന്ന് ബ്രസീലിന് അപ്പുറമോ ഇപ്പുറമോ മറ്റൊരു ടീമിനെ പോലും പറയുമ്പോൾ ഫുട്ബോളിലെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഫുട്ബോൾ വർത്തമാനങ്ങളിലോ ഒക്കെ തന്നെ ബ്രസീൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഈവൻ അർജന്റീനയ്ക്കോ സ്പെയിനോ പോർച്ചുഗലിനോ ഒക്കെ തന്നെ സ്ഥാനമുള്ളൂ. മെസ്സിയുടെ പേരും ഒക്കെ തന്നെ പറയുമെങ്കിലും അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ പേര് പറയുമെങ്കിൽ പോലും ബ്രസീലാണ് ഫുട്ബോൾ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അവരുടെ പാരമ്പര്യം അതാണ്, അവരുടെ നേട്ടങ്ങൾ അത്ര കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സമനില പോലും വലിയ നിരാശയായി മാറുന്നതും അല്ലെങ്കിൽ അടയാളപ്പെടുത്തേണ്ടി വരുന്നതും. ഈ ലോകകപ്പിനെത്തുമ്പോൾ അവർക്ക് അവരുടെ പരുക്ക് പ്രശ്നങ്ങളുണ്ട്, ടീമിലെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രസീലിന് അതൊന്നും ഒരു ന്യായീകരണം വെക്കാവുന്നതല്ല. ഈ മത്സരത്തിൽ പോലും അവർക്ക് ഒരു മികച്ച പ്രകടനം മൊറോക്കോയാണ് കാഴ്ചവെച്ചത്. ബ്രസീൽ പാടുപെട്ടു എന്ന് പറഞ്ഞാൽ പോലും, അങ്ങനെ വിലയിരുത്തിയാൽ പോലും തെറ്റില്ല. തുടക്കം മുതൽ മൊറോക്കോയുടെ ആക്രമണമാണ് കണ്ടത്. 14-ാം മിനിറ്റിൽ ബ്രസീലിനാണ് ആദ്യം ഒരു പ്രധാനപ്പെട്ട അവസരം തുറന്നു കിട്ടിയത്, അത് മുതലാക്കാനായില്ല. പക്ഷേ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സായിബാരിയിലൂടെ മൊറോക്കോ ലീഡെടുക്കുന്നു. അവിടെയും ബ്രസീൽ ഡിഫൻസിലെ പോരായ്മയാണ് കണ്ടത്. അവരുടെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ മാർക്വിഞ്ഞോസും ഒപ്പം തന്നെ ഗബ്രിയേലിനും പിഴയ്ക്കുന്ന കാഴ്ച കൊണ്ട് ഒരു അത്യുഗ്രൻ ത്രൂ ബോൾ കൊടുക്കുകയും അത് സായിബാരി അവരുടെ സെൻറ്റർ ഫോർവേഡ് അവർ കൃത്യമായി തന്നെ ഫിനിഷ് ചെയ്യുന്ന കണ്ടു. അലിസൺ ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ. സായിബാരി അദ്ദേഹത്തിൻ്റെ ലോകകപ്പിലെ നേട്ടം, ലോകകപ്പിൽ ഒരു ഗോൾ നേടുക എന്ന് പറയുന്നത് ചെറുതല്ല, അതും ഒരു മനോഹര ഗോളായി മാറുന്നു. അതിനുശേഷം വൈകാതെ കാത്തിരിക്കേണ്ടി വന്നില്ല, ബ്രസീലിന് വല്ലാതെ കാത്തിരിക്കേണ്ടി വന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട താരം ഒരുപക്ഷെ നെയ്മർ ടീമിലുണ്ടെങ്കിൽ പോലും ഈ ലോകകപ്പിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് വിനീഷ്യസ് ജൂനിയറാണ്. വിനീഷ്യസ് ജൂനിയർ അങ്ങനെ ഒരു തകർപ്പൻ ഗോളോടുകൂടി ടീമിനെ സമനിലയിൽ എത്തിക്കുന്നു. പിന്നീട് ഇരു ടീമുകളും ഗോളിനായി തുടരെ ആക്രമിച്ച് കളിക്കുന്നു, പ്രത്യേകിച്ച് ബ്രസീൽ. അതൊക്കെ തന്നെ മൊറോക്കൻ പ്രതിരോധത്തിൽ തട്ടിയകറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ മോർമോഷിലൂടെ ഒരു ഉഗ്രൻ അവസരം വന്നതാണ് ഈ മൊറോക്കോയ്ക്ക്. പക്ഷേ അത് അലിസൺ തട്ടിയകറ്റിയത് കൊണ്ട് മാത്രം കണ്ണീരോടുകൂടി അല്ലെങ്കിൽ വലിയ നിരാശ പടുകുഴിയിലേക്ക് ബ്രസീൽ പോയില്ല എന്നത് മാത്രം. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 8 പതിറ്റാണ്ടായി ഫുട്ബോൾ ശ്വസിക്കുന്ന നാട്, ഫുട്ബോൾ അതിന്റെ കാലിന്റെ താളം, ജീവിതതാളമായി മാറിയ ഒരു രാജ്യമാണ് ബ്രസീൽ. പക്ഷേ ഈ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മറിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ അനിൽ പറഞ്ഞതുപോലെ ടീം ഒരു ട്രാൻസിഷന്റെ സമയത്താണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായി കാർലോ ആഞ്ചലോട്ടി എന്ന പരിശീലകനിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരുന്നു. അതായത് കളിക്കാരെ തളർന്നാലും ആഞ്ചലോട്ടിയുടെ ഒരു തന്ത്രം, അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി, അത് ബ്രസീലിനെ മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കമാണ്, നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്താണ് തുടക്കത്തിലെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് സംഭവിച്ചതെന്ന്, ബ്രസീലിന് അവരുടെ കിരീടം നേടിയ ലോകകപ്പിൽ സംഭവിച്ചതെന്ന്. പക്ഷേ ഈ കാർലോ ആഞ്ചലോട്ടി എന്ന പരിശീലകന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് വിലയിരുത്താം?
ക്രിസ്റ്റ്യന പറഞ്ഞതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിക്കും ഒരു നിരാശപ്പെടുത്തുന്ന ക്യാമ്പയിനാണ്. അദ്ദേഹം ക്ലബ് തലത്തിൽ എല്ലാം നേടിയ ഒരു പരിശീലകനാണ്. അദ്ദേഹം ആദ്യമായി ഇല്ലെങ്കിൽ ബ്രസീലിനെ പോലെ ഒരു ടീമിനെ പരിശീലിപ്പിക്കാൻ, ഒരു രാജ്യാന്തര ക്ലബിനെ പരിശീലിപ്പിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് വലിയൊരു തുടക്കം തന്നെയാണ്. പക്ഷേ ബ്രസീലിനെ ഈ അർജന്റീനയുമായി, കഴിഞ്ഞ ലോകകപ്പിലെ അർജന്റീനയുമായി കമ്പയർ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം അതിനു മുമ്പ് കോപ്പ ചാമ്പ്യന്മാരായി ഫിനാലിസം ജയിച്ച് തുടർച്ചയായി 32 മത്സരങ്ങൾ ജയിച്ചു വന്ന അർജന്റീനയ്ക്ക് ഒരു വലിയ അമിത ആത്മവിശ്വാസത്തോട് വന്ന അർജന്റീനയ്ക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഷോക്കായിരുന്നു അന്നത്തെ സൗദിക്കെതിരായ തോൽവി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അതിനുശേഷം അവരവരുടെ സ്വാഭാവികമായ ഗെയിമിലേക്ക് വരികയും അർജന്റീന കപ്പടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ബ്രസീലിന് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബ്രസീൽ സമീപകാലത്ത് വലിയ തിരിച്ചടികളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് കോപ്പയിൽ അർജന്റീനയോട് തോൽക്കുന്നു. അവർക്ക് സമീപകാലത്ത് വലിയ കിരീടങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അവർ ഫൈനലിൽ പോലും കടക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ടീമിൻ്റെ ഈ പരിക്കുകളും ഒരു ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ തവണത്തെ ലോകകപ്പിന് എല്ലാ ലോകകപ്പും കളിച്ച ടീമിന് പോലും അവർക്ക് 5ാം സ്ഥാനക്കാരോ 6ാം സ്ഥാനക്കാരായിട്ടാണ് കോൺമബോൾ, അതായത് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത നേടിയാൽ പോലും കാർലോ ആഞ്ചലോട്ടിയെ പോലെ ഒരു പരിശീലകൻ വന്ന് ആ ടീമിനെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പോലും ആ ടീമിലെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. നെയ്മർ ഇല്ലാത്തത് ടീമിന് തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ കഴിഞ്ഞ 2.5 വർഷത്തോളമായി നെയ്മർ ടീമിനൊപ്പം ഇല്ല. ആ താരം ഉണ്ടായിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു താരം തന്നെയാണ്. പക്ഷേ നെയ്മർ ഇല്ലാത്തത് ടീം എന്ന് തന്നെ ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ലോകകപ്പിൽ ഇനിയും ബ്രസീൽ തിരിച്ചടി നേരിട്ടാൽ ഏറ്റവും വിമർശനം നേരിടേണ്ടി വരുന്നതും കാർലോ ആഞ്ചലോട്ടിയുടെ ആ തീരുമാനം തന്നെയായിരിക്കും. കാരണം നെയ്മർ ജൂനിയർക്ക് വേണ്ടി യാവോ പെഡ്രോ എന്ന് പറയുന്ന ഈ സീസണിലെ ഇൻഫോം ആയിട്ടുള്ള ചെൽസിയുടെ ഒരു സ്ട്രൈക്കറെ വേണ്ടെന്ന് വെച്ചാണ് നെയ്മർ ജൂനിയറെ ടീമിലെടുത്തിരിക്കുന്നത്. അതൊക്കെ തന്നെ ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരുമോ ഈ മത്സരം കണ്ടാൽ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് മുന്നേറ്റ നിരക്ക് കാര്യമായ പണിയെടുക്കാൻ അല്ലെങ്കിൽ കാര്യമായ സംഭാവന അല്ലെങ്കിൽ ഗോൾ അടിച്ചു കൂട്ടാൻ സാധിക്കാത്തിടത്ത് നെയ്മറെ പോലെ ഒരു താരത്തെ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ നോക്കി വലിയ തിരിച്ചടി നേരിട്ടോ എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വാക്കുകൾ ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്ക് പോയേക്കാം. ഇനി ബ്രസീൽ അടുത്ത മത്സരങ്ങൾ ജയിച്ച് കപ്പടിച്ചാൽ പോലും. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്കത് പറയുക തന്നെ വേണം. കാരണം നെയ്മർ ജൂനിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള താരമാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2-2.5 വർഷമായി ബ്രസീൽ ടീമിനൊപ്പം കളിക്കുന്നില്ല. തുടർപ്പരുക്കുകളാണ്. അപ്പോൾ ബ്രാൻഡ് വാല്യൂവിനേക്കാൾ ഒരു പക്ഷേ ടീം സെലക്ഷനിൽ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ എന്ന് ഈ മത്സരം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷേ അവരുടെ ടീമിൽ വിനീഷ്യസ് ജൂനിയറും റഫീനിയും അടക്കമുള്ള ലോക ഫുട്ബോളിലെ റയൽ മാഡ്രിഡും ബാഴ്സലോണയുമൊക്കെ തന്നെ കളിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. മത്യാസ് കുനിയ അടക്കമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടക്കം ഒരു പിടി താരങ്ങൾ യൂറോപ്യൻ ഫുട്ബോളിൽ പന്ത് തട്ടുന്ന ഒരു പിടി മികച്ച താരങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പോലും ആ ടീമിന് മൊറോക്കോക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ തോൽവിയോളം പോകുന്ന ഒരു സമനില മാത്രമാണ് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ടീമിൽ അടുത്ത മത്സരത്തിന് ഹെയ്ത്തിക്കെതിരെയാണ്. കമ്പാരിറ്റീവ്ലി ദുർബലരാണ്. ഈ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും ദുർബലരായിട്ടുള്ള ടീമാണ്. അവർക്കെതിരെ വലിയ മാർജിനിൽ ജയിച്ച് ഈ ടോപ്പ് 2 ടീമിനാണ് നേരിട്ട് റൗണ്ട് ഓഫ് 32 യോഗ്യത നേടുക. മികച്ച 8ാം സ്ഥാനക്കാർക്ക് 8 മികച്ച 3ാം സ്ഥാനക്കാർക്കും യോഗ്യത കിട്ടും. അങ്ങനെയൊക്കെ തന്നെ കയറിക്കൂടുക എന്ന് പക്ഷേ ഈ വലിയ നിരാശയാണ്. അടുത്ത മത്സരത്തിൽ അപ്പോൾ ഹെയ്ത്തിക്കെതിരെ 20-ാം തീയതി നടക്കുന്ന മത്സരത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളുമായി കാർലോ ആഞ്ചലോട്ടി മറികടക്കാനാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്നത്തെ മത്സരം ബ്രസീൽ ആരാധകർക്ക് നിരാശയാണെങ്കിലും തിരിച്ചുവരവിന്റെ പാതയിലുള്ള ടീം തിരിച്ചു വരും. നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഹെയ്ത്തി ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഈസിയായി ജയിക്കാൻ പറ്റുന്ന 2 ടീമുകളാണ്. അപ്പോൾ ഇത് തുടക്കം മാത്രമാണ്. നമ്മൾ ഫുട്ബോൾ അല്ലെങ്കിൽ കാൽപന്തിന്റെ വിജയമായി അതിന്റെ ആ ഒരു താളവും അതൊക്കെയാണ് നമ്മളതിന് കാണുന്നത്, പരാജയമായി കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലെ വാർത്തകൾ നോക്കിയാൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. നിപ്പ ഏകോപനങ്ങളിൽ വൻ വീഴ്ച എന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് മന്ത്രി കോഴിക്കോട് എത്തുന്നത്. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള 43-കാരന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആരോഗ്യമന്ത്രി തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. പല കോണുകളിൽ നിന്ന് വിമർശനം വരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാലയളവേ ആയുള്ളൂ പുതിയ സർക്കാർ അധികാരത്തിലേറ്റിട്ട്. കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികളും എന്തൊക്കെയാണ്? ഗൂഗിൾ ക്രിസ്റ്റ്യന, ഗുഡ് മോർണിംഗ്. അതായത് നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗമനവുമില്ല. എന്നാൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി അടുത്തിടപെട്ട അദ്ദേഹത്തിൻ്റെ 3 കുടുംബാംഗങ്ങളുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അതിൻ്റെ ഫലം ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. ആ ഫലം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ രോഗിയുമായി അടുത്തിടപെട്ട 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക വ്യാഴാഴ്ച
ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു. വെള്ളിയാഴ്ച അതിനെ തുടർന്ന് ഈ പട്ടികയിൽ 10 പേരെ കൂടി പുതുതായി ഉൾപ്പെടുത്തി. എന്നാൽ ഇന്നലെ ഈ പട്ടികയിൽ 13 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹയസ്റ്റ് റിസ്കിൽ 4 പേരും ഹൈ റിസ്കിൽ 14 പേരും ലോ റിസ്കിൽ 82 പേരുമാണ് ഉള്ളത്. ആകെ മൊത്തം ഈ സമ്പർക്ക പട്ടികയിൽ 100 പേരാണുള്ളത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഹോം ക്വാറന്റൈനിലാണ്. ഈ കൺട്രോൾ റൂമിൽ നിന്നും ദിവസേന 2 പ്രാവശ്യം വിളിച്ച് ഇവരുടെ കാര്യങ്ങൾ തേടുന്നുണ്ട്. അത് ഈ നിപ്പ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇന്നലെ അവൾ പരിശോധന നടത്തിയിരുന്നു. കേന്ദ്ര സംഘം ഇന്നും കോഴിക്കോട് തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ നിപ്പയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തുകയാണ് ആ സംഘത്തിന്റെ ലക്ഷ്യം. ഇന്നലെ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെത്തുകയും ജനപ്രതിനിധികളും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ CPM ഈ വിഷയത്തിൽ ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. അതായത് ഈ ആരോഗ്യമന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നില്ല എന്നൊരു ആരോപണമായിരുന്നു വരുന്നു. ഏതായാലും ആ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് ആരോഗ്യമന്ത്രി K മുരളീധരൻ കോഴിക്കോട് ജില്ലയിലെത്തും. തുടർന്ന് 11:30 കളക്ടറേറ്റിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനപ്രതിനിധികളെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിൽ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 12 പേർക്ക് പനിയുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും തന്നെ നിപ്പയുടെ ലക്ഷണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഗോകുൽ, ക്രിസ്റ്റീന. ശരി, ഏതായാലും വലിയ വിമർശനങ്ങൾ ഇന്നലെ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമൊക്കെ കണ്ടതാണ്. അതിനുശേഷം കൂടിയാണ് ഇപ്പോൾ K മുരളീധരൻ അങ്ങോട്ട് എത്തുന്നത്. കേന്ദ്ര സംഘം ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇനിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ്. രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നതാണ് സർക്കാരിന്റെ ഒരു ഡിഫൻസ്, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് അതിനെ പിടിച്ചുകെട്ടാനായെന്ന്. പക്ഷേ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല, ആളുകളുടെ ആശങ്കയേറ്റാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല, ആശ്വാസ നടപടികളോ അല്ലെങ്കിൽ ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. സംസ്ഥാനത്ത് പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ 2 ഷിഗല്ലോസിസ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ സംസ്ഥാനത്ത് 11,534 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തത്. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഗുഡ് മോർണിംഗ്. പല ജില്ലകളിലും കൂടുതൽ ജില്ലകളിലേക്ക് ഇന്നലെ തൃശ്ശൂരിൽ ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ജില്ലകളിലേക്ക് ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. പനി മരണങ്ങൾ ഉണ്ടാകുന്നു. ഡെങ്കിപ്പനി മരണം റിപ്പോർട്ട് ചെയ്യുന്നു. കോളറയുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ കോളറ സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാകുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾ ആ കാര്യത്തിൽ നേരിടുന്നു. എന്താണ് നിലവിൽ സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം? ഏതൊക്കെ പനികളെയാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. എന്തായാലും സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വകുപ്പ് ഉണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സംശയമായി പറയുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ആരോഗ്യ വകുപ്പ് മന്ത്രി അതിന് കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ കണക്കുകൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള വർധനവ് പനിയിലും ഷിഗല്ല രോഗത്തിലുമൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കോഴിക്കോട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവലോകന യോഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട്. കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ സംസ്ഥാനത്ത് 11,534 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വയനാട് കൽപ്പറ്റ സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരൻ പനി ബാധിച്ച മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോവിഡ് കൂടി കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാണ്. ഏതായാലും ഈ പനിക്കൊപ്പം ഷിഗല്ല രോഗം ഇന്നലെ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെയും നില ഗുരുതരമല്ല, തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച രോഗിയുടെ നില 29 വയസ്സുകാരനാണ്, തൃപ്തികരമാണ്. ഒപ്പം സംസ്ഥാനത്ത് ആകെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 135 കേസുകളാണ് ഈ വർഷം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 50 കേസുകൾ ഈ മാസം മാത്രം ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്. ഇന്നത്തെ കണക്ക് ഇനി വൈകുന്നേരം ലഭ്യമാകും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും നൽകാൻ കഴിയുന്ന വിവരവും. ശരി, എന്തായാലും സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ളതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാവണം. കൈ നല്ല വൃത്തിയായി കഴുകുക. കാരണം രോഗബാധിതർ എവിടെയൊക്കെ ഈ കൈ ഏത് പ്രതലത്തിൽ വെച്ചാലും ആ അണു അവിടെ ഉണ്ടാവും. അതിൽ നിന്നാണ് മറ്റുള്ളവർ സ്പർശിക്കുമ്പോൾ വയറ്റിലൂടെ അത് വീണ്ടും അടുത്ത ആളിലേക്ക് പകരുന്നത്. കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും അതിൽ നന്നായി പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വൃത്തിയായി സൂക്ഷിക്കുന്നു പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ. അങ്ങനെ
ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ. ഓരോ രോഗത്തിനും ഓരോ ലക്ഷണമാണ്, ഓരോ പനിക്കും ഓരോ ലക്ഷണമാണ്. അതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുക. ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അന്തിമമായ ബദൽ മാർഗം തേടുമെന്നും ട്രംപിന്റെ ഭീഷണി. അതേസമയം കരാർ അന്തിമമായിട്ടില്ലെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് മെറിൻ മേരി ചാക്കോ. മെറിൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു കരാറിലേക്കാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും പറയുന്നു ആ ഒരു ധാരണയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, അന്തിമ ധാരണയായിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ ഒരു ഇലക്ട്രോണിക്കലി സൈൻഡ്, നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളതല്ല, ഒരു പീസ് ഡീൽ, ഒരു റിമോട്ടായിട്ട് പല ഇടങ്ങളിലിരുന്ന് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ചെയ്ത് അതൊരു രൂപരേഖയാകും എന്നുള്ള കാര്യം, അങ്ങനെയും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. പശ്ചിമേഷ്യയിൽ സമാധാനം വിളിച്ചോതുന്ന ഉറ്റുനോക്കുന്ന ഒരു കരാർ തന്നെയാണ് അമേരിക്ക ഇറാൻ കരാർ. ഈ സമാധാന കരാർ അവസാന നിമിഷവും അവ്യക്തത തുടരുകയാണ്. ഇന്ന് കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഒപ്പുവെച്ചാൽ ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാന് ആണവായുധം ലഭിക്കാതിരിക്കാൻ കരാറിലൂടെ ഉറപ്പാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക കൈവശപ്പെടുത്തും, അത് പിന്നീട് നശിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഇത് ഒബാമയുടെ കാലത്ത് ഒപ്പിട്ട കരാറായിരിക്കില്ല, അത്ര ദുർബലമായ ഒരു കരാറായിരിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ബദൽ മാർഗം നേടുമെന്നും ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ ഇറാൻ മറുപടി നൽകുന്നത് കരാറിനുള്ള അന്തിമ ചട്ടക്കൂടായിട്ടില്ല, അത്തരത്തിലൊരു ധാരണയായിട്ടില്ലെന്ന് തന്നെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവ് തന്നെ ഇസ്മായിൽ ബഗേൽ തന്നെ പറയുന്നു ഇന്ന് കരാറിൽ ഒപ്പിടില്ല, അതിൻ്റെ വരും ദിവസങ്ങളിലായിരിക്കും കരാർ യാഥാർത്ഥ്യമാകൂ എന്ന് തന്നെയാണ് ഇസ്മായിൽ ബഗേൽ പറയുന്നത്. എന്നാൽ ഈ ഇടക്കാല കരാർ ആദ്യഘട്ടം മാത്രമാണെന്നും ഈ കരാർ അനുസരിച്ചായിരിക്കും ആണവ ചർച്ചകൾ നടക്കുകയെന്നും തന്നെയുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു കരാർ 24 മണിക്കൂറിനകം ഉണ്ടാകും. ഇത്ര അടുത്ത് ഈ കരാർ എത്തിയ ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല, അത്രത്തോളം ഈ കരാറിന്റെ സംബന്ധിച്ച ധാരണകളായി കഴിഞ്ഞു എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പറയുന്നത് ഇലക്ട്രോണിക് ആയിട്ടും അല്ലെങ്കിൽ വെർച്വലായിട്ടും ഈ കരാർ ഒപ്പുവെച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷവും ഈ കരാറിനെ കുറിച്ചുള്ള അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തത തുടരുകയാണ്. കരാർ ഒപ്പിടുമെന്ന് ട്രംപ് പറയുമ്പോൾ അത്തരത്തിലൊരു ധാരണയായിട്ടില്ല, അതിന്റെ ചട്ടക്കൂടുകൾ തയ്യാറായിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാന് പണം കൈമാറില്ലെന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം അല്ലെങ്കിൽ അകലെ എന്ന് തന്നെ പറയാൻ കഴിയുന്ന കാര്യത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് കരാറിൽ ഒപ്പിട്ടേക്കാമെന്ന ലോകം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനിപ്പോൾ ഇറാനും മറുപടി നൽകി കഴിഞ്ഞു. ക്രിസ്റ്റീന, ഗോകുൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്കാണ്. അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് വീണ്ടും സ്വർണ്ണപ്പാളി പരിശോധിക്കാനാണ് SIT സംഘം എത്തുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ആരൊക്കെയാണ് ഈ സംഘത്തിൽ വരുന്നത്? പ്രഭാമണ്ഡലത്തിലെ അടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പുതിയ ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ വീണ്ടും അനുമതി നൽകിയതിന്റെ പ്രകാരമാണല്ലോ ഈ പുതിയ പരിശോധന. ഗൂഗിൾ, ക്രിസ്റ്റീന, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ മല കയറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി ഈ ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശ പ്രകാരമാണ് വീണ്ടും സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നത്. കട്ടളപ്പാളിയിൽ നിന്നും പ്രഭാമണ്ഡലത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് മല ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ 2 തവണ ശബരിമല സന്നിധാനത്തെത്തി SIT ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഈ SIT ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അതുപോലെ തന്നെ അജികുമാർ മെമ്പറിനെയും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെയും പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ബോർഡ് അംഗങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ കൂടി അന്വേഷണത്തിന്റെ കൂടുതൽ തെളിവെടുപ്പ് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ കൂടുതൽ ഇടപെടലിന്റെ ഭാഗമായി സംഘം വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഗോകുൽ, ശരി, അതായത് നിർണായകമായ ഒരു
പരിശോധനയ്ക്ക് കൂടി SIT മല കയറുകയാണ്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ പരിശോധനയാണ് സ്വർണ്ണപ്പാളികളിൽ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെ രാവിലെ 5 മണി മുതലാണ് ദർശനം. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ജൂൺ 19 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മലയിടം തുരുത്ത് പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച 5 സെന്റ് വീതം ഭൂമിയും വീടുമെന്ന നിർദ്ദേശം സമരസമിതി അംഗീകരിച്ചു. കാലങ്ങൾ നീണ്ട നിയമപ്രശ്നങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കോടതിക്ക് പുറത്ത് സമവാക്യം കണ്ടെത്തിയിരിക്കുകയാണ് സർക്കാർ. കുടിയിറക്കം മുതൽ ക്രമസമാധാന പ്രശ്നം വരെയായ മലയിടം തുരുത്തിലെ ഭൂപ്രശ്നം 7 ദളിത് കുടുംബങ്ങളുടെ കുടിയിറക്കൽ കേരള രാഷ്ട്രീയത്തിൽ വരെ വലിയ ചർച്ചയായി. പലകുറി മുടങ്ങിയ സമവായ ചർച്ചകൾ ഇന്നലെ ലക്ഷ്യം കണ്ടു. തർക്കം നിലനിൽക്കുന്നയിടത്ത് തന്നെ ഓരോ കുടുംബത്തിനും 5 സെന്റ് സ്ഥലം നൽകാമെന്ന സർക്കാർ നിർദ്ദേശം ഭൂവുടമകളും സമരസമിതിയും അംഗീകരിച്ചു. ഉടമ നൽകുന്ന ഇടത്ത് സർക്കാർ 1 വർഷത്തിനുള്ളിൽ സ്പോൺസർഷിപ്പിലൂടെ 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകും. ഭവന നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കുടിയിറക്കടക്കമുള്ള നടപടികൾ നിർത്തിവെക്കും. അവരുടെ മുന്നിൽ വെച്ച നിർദ്ദേശം ഈ തർക്കഭൂമിയിൽ തന്നെ 5 സെന്റ് ഭൂമി ഈ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കാനും അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള വഴി പൊതുവഴിയായിട്ട് പഞ്ചായത്ത് വഴിയായിട്ട് ലഭ്യമാക്കാനും അവർ നൽകുന്ന ഈ ഭൂമിയിൽ അവർക്ക് ഈ കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ സാധിക്കുന്ന തരത്തിൽ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത ഒരു വീട് അത് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ഈ ഓരോ കുടുംബങ്ങൾക്കും വെച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ വെച്ചത്. സമവായ നിർദ്ദേശങ്ങൾ എഗ്രിമെന്റാക്കി അടുത്ത ദിവസം തന്നെ കോടതിയിൽ ധരിപ്പിക്കും. പരിഹാരമാർഗം തെളിഞ്ഞത് നീണ്ട നാളത്തെ സമരത്തിന്റെ വിജയമെന്ന സമരസമിതി. ഇപ്പോൾ സമരസമിതിയെ സംബന്ധിച്ച് സമരസമിതിയുടെ ഏറ്റവും വലിയ വിജയമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഈ മനുഷ്യർക്ക് അവിടെ തന്നെ കുടിയിറങ്ങാതെ അന്തിയുറങ്ങുന്നതിനുള്ള ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിച്ചു. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഈ വിഷയം ഇത്രത്തോളം എത്തിക്കാൻ മാധ്യമങ്ങളെടുത്ത പോസിറ്റീവായ നിലപാട്, ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിനെ വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായുള്ള കേസുകളും ഇതോടെ പിൻവലിക്കും. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങളും തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളും രാഷ്ട്രീയമായി UDFനും LDFനും ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. 24 കൊച്ചി. മലയിടം തുരുത്തിലെ പ്രശ്നപരിഹാരം കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട കുടുംബങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ ആശ്വാസമാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയനാണ് ചേരുന്നത്. വിപിൻ, ഈ പതിറ്റാണ്ടുകൾ നീണ്ട നിയമപ്രശ്നവും തർക്കവുമായിരുന്നു. അവിടെ ഒന്നും സാധ്യമാകാത്ത ഒരു അനുരഞ്ജനം, ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ UDF സർക്കാരിനായി. ഈ സർക്കാർ അധികാരമേറ്റുടനെ കണ്ട അവിടുത്തെ ഒരു പോലീസ് നടപടിയിൽ വലിയ പഴി കേട്ടതാണ്. LDFന്റെ ഭാഗത്തുനിന്നും CPMന്റെ ഭാഗത്തുനിന്നും വലിയ വിമർശനം ഉയർന്നതാണ്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇരു കൂട്ടർക്കും തർക്കമില്ലാത്തൊരു പരിഹാരം. ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. അതെ, വർഷങ്ങൾ നീണ്ട ആശയക്കുഴപ്പം, അതിനുശേഷം ഈ ക്രമസമാധാന പ്രശ്നം, നിയമ പോരാട്ടം, അതൊക്കെ ഉണ്ടായിരുന്നു. 2022 സത്യത്തിൽ ഈ സുപ്രീം കോടതി ഇവരെ ഇവിടുന്ന് കുടിയിറക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടുന്നതും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയും ചെയ്യുന്നത്. അതുവരെയും ഇരു കൂട്ടർ തമ്മിലുള്ള ഒരു ഭൂമി തർക്കം എന്നുള്ളതിലാണ് നിന്നിരുന്നത്. പക്ഷേ അതിനുശേഷം ഏകദേശം 14 തവണ അവരെ കുടിയിറക്കുന്നതിന് വേണ്ടി വരുന്നു. അത് വലിയ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം പിന്നീട് അവിടേക്ക് പോലീസ് എത്തുകയും അവരെ നിന്ന് കുടിയിറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഈ പ്രശ്നം അത്രത്തോളം ചർച്ചയായത്. മന്ത്രി റോജി എം ജോണിനെയാണ് സർക്കാർ ഇതിനായി നിയോഗിച്ചിരുന്നത്, ഇതൊരു സമവായത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതിൽ. ഒപ്പം അതേസമയം തന്നെ കോടതി വ്യവഹാരങ്ങളും നടന്നിരുന്നു. 16-ാം തീയതിയാണ് ഇത് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അതിനുള്ളിൽ ഒരു സമവായം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി. അതിൽ 3 ചർച്ചകൾ കഴിഞ്ഞു. ഇന്നലെ നടന്നത് 4ാമത്തെ ചർച്ചയാണ്. അതിനിടയിൽ ഒരു ചർച്ച മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ മന്ത്രി റോജി എം ജോണിന്റെയും ഒപ്പം തന്നെ സ്ഥലത്തെ MLA ആയിട്ടുള്ള VP സജീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് വലിയൊരു വിജയം കണ്ടിരിക്കുന്നു. അത് സ്ഥലത്ത് നിന്നും അവർക്ക് കുടിയിറങ്ങേണ്ടി വരികയില്ല. ഒപ്പം തന്നെ 2 കൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നുള്ളത് ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞതായിരുന്നു. അത് സാധിച്ചിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇനി 5 സെന്റ് വീതം ഓരോ കുടുംബത്തിനും നൽകുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് കെട്ടുക. പിന്നീടുള്ള ഒരു വെല്ലുവിളി, ആ വീട് കെട്ടുന്നത് വരെ ഇവരെവിടെ താമസിക്കും, അതായത് അവരെ കുടിയിറക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച വന്നത്. അതിൽ അവരവിടെ തന്നെ
താമസിക്കും. എത്രയും വേഗം സർക്കാർ ആ വീടിന്റെ പണി കഴിപ്പിക്കും എന്നുള്ളതാണ്. അത് 1000 സ്ക്വയർ ഫീറ്റിന്റെ ഓരോ വീട് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ സമരസമിതിയും ഒപ്പം തന്നെ ഭൂ ഉടമകളും സമ്മതിച്ചിരിക്കുന്നത്. ഏകദേശം 2 ഏക്കർ 78 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. അതിൽ ഈ 7 കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം നൽകും. അത് ആദ്യം തന്നെ ഈ കുടുംബം അവിടെ വന്ന് നോക്കിയതായിരുന്നു. ഏത് ഭാഗത്തായിരിക്കും ഈ ഭൂമി നൽകാൻ സാധിക്കുക എന്നുള്ളത്. ഈ കണ്ണാട്ട് കുടുംബം, ഭൂ ഉടമകളായിട്ടുള്ള കണ്ണാട്ട് കുടുംബം അവിടെ വരികയും ആ സ്ഥലം സന്ദർശിച്ച് അത് വിലയിരുത്തുകയും ചെയ്തതാണ്. ഇനി എത്രയും വേഗം ഇത് കോടതിയെ അറിയിക്കുക, പുറത്തൊരു സമവായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ്. അത് തിങ്കളാഴ്ച തന്നെ അറിയിക്കും. അങ്ങനെ 16-ാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് പരിഹരിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച നേട്ടമാണ്. ഒപ്പം തന്നെ CPM പ്രതിപക്ഷത്ത് വന്നതിന് ശേഷം ഏറ്റെടുത്ത ആദ്യത്തെ സമരം കൂടിയാണ് മലയിടം തുരുത്തിലേത്. അതും ഒരു വിജയം കണ്ടിരിക്കുന്നു. സമരസമിതിയുടെ ഒരു വിജയമായിട്ട് കൂടി ഇതിനെ അവർ വിലയിരുത്തുകയും ചെയ്യുകയാണ്. ഗൂഗിൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനത്തിന് തുടക്കമാവുകയാണ്. ഇന്നലെ ഫ്രാൻസിലെത്തിയ മോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, നിർണായകമായ ചർച്ചകൾക്കും പ്രഖ്യാപനങ്ങൾക്കും ചില ഉദ്ഘാടനങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ലോകവും. ഒപ്പം ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഗോകുൽ, ക്രിസ്ത്യന, അതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ മാസം ഇന്ത്യ ഒരു വലിയ പ്രതിരോധ കരാറിൽ ഫ്രാൻസുമായി ഏർപ്പെട്ടിരുന്നു. അത് റഫേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറാണ്. ഏതാണ്ട് 100-ലധികം റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ. അതിൽ 60% ഇന്ത്യയിലായിരിക്കും അതിൻ്റെ നിർമ്മാണമടക്കം നടക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പുരോഗതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ചർച്ചാ വിഷയമായി തന്നെ മുന്നോട്ട് വരും എന്നാണ് നമുക്ക് ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഈ മാസം 17 ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം. അതിൽ മറ്റൊരു നിർണായകമായിട്ടുള്ള കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഈ ഉച്ചകോടിക്കിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതും ഒരു നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും. കാരണം ഇന്ത്യ-US വ്യാപാര കരാർ ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ അതിൻ്റെ നിയമപരമായ വശങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു പുരോഗതിക്കിടെയാണ് അത്തരമൊരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നത്. അപ്പോൾ അതും രാജ്യത്തെ സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. ഒപ്പം തന്നെ ചില ആശങ്കകൾ ഇന്ത്യക്ക് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ നാവികരുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ്. അതിലെന്താണ് പ്രധാനമന്ത്രി അക്കാര്യത്തിൽ ഒരു ആശങ്ക പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച ഉടലെടുക്കുമോ എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമാണ്. എന്തായാലും ഇതിന് പുറമേ തന്നെ മറ്റ്, അതായത് ഖത്തർ അമീർ, UAE പ്രസിഡന്റ് എന്നിവരുമായെല്ലാം പ്രധാനമന്ത്രി ഈ ഒരു സൈഡ് ലൈൻ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖല, പ്രതിരോധം, AI, നിക്ഷേപ പങ്കാളിത്തം, ആഗോളതലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ, അത് ഹോർമൂസ് വഴിയുള്ള വ്യാപാരമടക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ, നിലവിൽ ഇന്ത്യയുടെ ആശങ്കയിൽ ഉള്ള കാര്യങ്ങളടക്കം പ്രധാന ചർച്ചാ വിഷയമായി മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ്. ഗോകുൽ, കൃഷ്ണ. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജോർഹട്ടിലെ വ്യോമസേനാ വിമാനാപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ലാൻഡിംഗിന് പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വിമാനം തകർന്നത്. റൺവേയിൽ നിന്ന് തെന്നിമാറി സമീപത്തെ ടാക്സി വേയിലൂടെ പുൽത്തകിടിയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. അപകടത്തിനിടയിൽ വിമാനം 2ആയി പിളർന്ന ശേഷമാണ് അഗ്നിഗോളമായി മാറിയത്. അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് വ്യോമസേനയുടെ അന്വേഷണ സമിതി പ്രധാനമായും തേടുന്നത്. സിയാച്ചിനും അരുണാചൽ പ്രദേശിനും ഉൾപ്പെടെ പ്രയാസകരമായ മേഖലയിൽ ചരക്കെത്തിക്കാൻ വ്യോമസേന ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് AN-32 വിമാനങ്ങളെയാണ്. 35 വർഷത്തിലധികമായി വ്യോമസേനയിൽ സർവീസിലുള്ള വിമാനങ്ങളുടെ കാലപ്പഴക്കം മെക്കാനിക്കൽ തകരാറിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ സഹ പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമായാൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് വ്യോമസേന കടന്നേക്കും. പിളർപ്പിന് പിന്നാലെ TMCയിൽ പിടിമുറുക്കാൻ മമതാ ബാനർജി. TMC സംഘടനാ തലത്തിൽ വീണ്ടും അഴിച്ചുപണി. യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് സയോണി ഘോഷിനെ മാറ്റി. അർണബ് ബാനർജിയെ സംസ്ഥാന തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിച്ചു. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഒരിക്കൽ കൂടി സംഘടനയിൽ അടിമുടി അഴിച്ചുപണിയാണ്. അത് ഇപ്പോൾ വരുന്നത് വർഗ ബഹുജന സംഘടനകളാണ്. നേരത്തെ TMCയുടെ എല്ലാ ഘടകങ്ങളിലും അതിന്റെ ചുമതലക്കാരെ മാറ്റി. അവിടെയും ഈ വിമത നീക്കങ്ങളെ ഒന്നും തടയിടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തലപ്പത്തൊരു മാറ്റം കൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാമെങ്കിലും
അഭിഷേകിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചനയും ഇല്ല എന്നതാണ് മമതയുടെ നിലപാടല്ലേ? ഗോകുൽ കൃഷ്ണ, ഈ പിളർപ്പിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് ഒരു സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണി നടത്തുന്നത്. നേരത്തെ ഈ MLA-മാരുടെ ഒരു വിമത നീക്കം ഉണ്ടായതിന് പിന്നാലെയാണ് ചില അഴിച്ചുപണികൾ നടത്തുകയും സയോണി ഘോഷിനെ ഇത്തരത്തിൽ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി ചുമതലപ്പെടുത്തുന്നു. പക്ഷേ സയോണി ഘോഷ് ഉൾപ്പെടെയുള്ള 20 MP-മാരാണ് വീണ്ടും വിമത പക്ഷത്തേക്ക് പോയത്. ഇതോടുകൂടിയാണ് വീണ്ടും ഒരു അഴിച്ചുപണി സംഘടനാ തലത്തിൽ നടത്തിയിരിക്കുന്നത്. യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് സയോണി ഘോഷിനെ മാറ്റി പകരം അർണബ് ബാനർജിയാണ് ആ ചുമതലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം തന്നെ തൃണമൂൽ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാലാ റോയിയെ മാറ്റിയിട്ടുണ്ട്. പകരം അലിഫ അഹമ്മദിനെ പകരമായി നിയമിച്ചു. കുനാൽ ഘോഷിനെ നോർത്ത് കൊൽക്കത്ത സംഘടനാ ജില്ലാ പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നു. സുധി ബന്ധോപാധ്യയെ മാറ്റിയാണ് കുനാലിന്റെ ഈ ഒരു നിയമനവും നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സംഘടനാ തലത്തിലേക്ക് വിശ്വസ്തരെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഈ അവസാന ഘട്ടത്തിലും മമതാ ബാനർജി നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു അഴിച്ചുപണി ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഈ വിമത MP-മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്താനായി ഇരിക്കുകയാണ്. കൂടുതൽ MP-മാരെ ഇത്തരത്തിലേക്ക് വിമത പാളയത്തിലേക്ക് കൊണ്ടുവരിക, ഒപ്പം തന്നെ പാർലമെന്റിൽ ഈ NDA-ക്കൊപ്പം നിർത്തി സ്വാഭാവികമായിട്ടും TMC-യുടെ ഈ വിമത MP-മാർ അത് NDA-ക്കൊപ്പം ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം നിഷ്പ്രയാസം പാസ്സാക്കാനുള്ള സാധ്യതകൾ ഇതിൽ NDA-ക്ക് മുന്നിൽ തെളിയുകയാണ്. അപ്പോൾ അത്തരം നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നാളെ സ്പീക്കറെ കണ്ട ഒരു പ്രത്യേക ഇരിപ്പിടം പാർലമെന്റിൽ നൽകണമെന്നൊരു ആവശ്യം എന്തായാലും വിമത MP-മാർ മുന്നോട്ട് വയ്ക്കും എന്നാണ് മനസ്സിലാക്കാനേ കഴിയുന്നത്. ആ ഒരു സമയത്തും പ്രതിസന്ധി ഘട്ടത്തിലും സംഘടനയിൽ അഴിച്ചുപണി കൊണ്ടുവന്ന് വിശ്വസ്തരെയെല്ലാം നിയമിച്ചുകൊണ്ട് അതിൽ ഒരു പിടിമുറുക്കം അല്ലെങ്കിൽ ടീം അതായത് മമതാ ബാനർജിയുടെ ആ ഒരു കൃത്യമായ ഇടപെടൽ നടത്തി ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. എന്നാലും ചില വെല്ലുവിളികൾ TMC സംബന്ധിച്ച് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മമതാ ബാനർജിയെ സംബന്ധിച്ച് നിൽക്കുന്നുണ്ട്. അത് വ്യാജ ഒപ്പ് ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ കേസാണ്. അതിലിപ്പോൾ അഭിഷേക് ബാനർജിയും കുനാൽ ഘോഷിനെയും ഇന്ന് ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ സംഘടനാ പിളർപ്പിന് പിന്നാലെ TMC നേരിടുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും മമതാ ബാനർജി ശ്രമിക്കുന്നത് പാർട്ടിയൊപ്പം നിർത്തിക്കൊണ്ട് ഈ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ്. ഗോകുൽ കൃഷ്ണ. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അഭിഷേകിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചനയില്ല. പക്ഷെ അഭിഷേകിനെ ചൊല്ലിയാണ് ഈ പോയ നേതാക്കളെല്ലാം അല്ലെങ്കിൽ വിമതരായ നേതാക്കളെല്ലാം അഭിഷേകിന്റെ നേതൃത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നതും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് മമതയുടെ പിടിവിടുന്ന പോലെയാവുകയും ചെയ്യും. അഭിഷേകിനെയും പാർട്ടിയും ഒന്നിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഹൈദരാബാദിലും ബംഗളൂരുവിലുമാണ് ഇന്ന് പ്രതിഷേധം നടക്കുക. ഹൈദരാബാദിൽ രാവിലെ 10 മണിക്ക് ധർണ ചൌക്കിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ വൈകിട്ട് 4 മണിക്ക് പ്രകടനം നടക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ് പറയുന്നത്. അതേസമയം ഓരോ പ്രതിഷേധങ്ങളിലും CJPക്ക് ലഭിക്കുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് ഗണ്യമായി കുറയുന്നത് സംഘടനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മലപ്പുറത്ത് ഇപ്പോൾ മാനം മുട്ടെ മെസ്സിയും നെയ്മാറും റൊണാൾഡോയും ഒക്കെയാണ്. മഞ്ചേരി കിഴക്കേത്തലയിലെ അർജന്റീന ആരാധകർ വെച്ച മെസ്സിയുടെ കട്ടൌട്ടിന്റെ ഉയരം 60 അടിയുണ്ട്. ഏകദേശം 5 നില കെട്ടിടത്തിന്റെ പൊക്കമുണ്ട്. ഇത്തവണയും കപ്പ് അർജന്റീന തന്നെ ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് കിഴക്കേത്തലയിലെ അർജന്റീന ആരാധകർ. ഫുട്ബോൾ ആവേശം കൊടുമുടിയിലാണ്. അതിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രകടനങ്ങളൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. ഇതാ മലപ്പുറം കിഴക്കേത്തലയിലാണ് മെസ്സിയുടെ ഒരു പടുകൂറ്റൻ ഫ്ലക്സ്. 60 അടിയാണ് ഈ ഫ്ലക്സിന്റെ ഉയരം എന്ന് പറയുന്നത്. 60 അടിയിലേക്ക് ഒറ്റയടിക്ക് തന്നെ എത്തിയതാണോ? അതെ, 60 അടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഈ മലബാർ ഏരിയയിൽ ഇത്രയും വലിയ ഫ്ലക്സ് കട്ടൗട്ട് ആദ്യമായിട്ടാണ്. 60 അടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടുത്തെ കണ്ടില്ലേ, എല്ലാ ആരാധകരും ഫുൾ ആവേശത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടിയോടുകൂടി ഡബിൾ ആവേശം. ഇനി ഈ കൊല്ലം ഞങ്ങൾ വേൾഡ് കപ്പ് അടിക്കും. ഇക്കൊല്ലം ലോകകപ്പ് നിലനിർത്തുന്നതാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ USA ഒരു വേൾഡ് കപ്പ് ഫൈനല് JC സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് അർജന്റീനയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തരുന്നു. ഈ വേൾഡ് കപ്പ് കാണാൻ നിങ്ങൾ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ സോക്കർ സിറ്റി സ്ക്രീന് വെച്ചിട്ടുണ്ട്, പ്രൊജക്ടർ എല്ലാവരും വരുന്നുണ്ട്. 250 ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന സ്ക്രീനാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. അതിൽ അർജന്റീന ആരാധകർ മാത്രമല്ല, എല്ലാവരും പ്രവേശിപ്പിക്കുമല്ലോ അല്ലേ? നാട്ടിലെല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ് അത്. അതിലെല്ലാ ആരാധകരുണ്ട്. ബ്രസീൽ, ഇറ്റലി. ഞാനൊരു ഇറ്റലി ഫാനാണ്. പക്ഷേ എന്താണ് പറയുക, ഈ ആവേശത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്.
നാട്ടിലൊരു ആവേശമാണത്. മഞ്ചേരി KK തൈലൂടെ ആവേശം. ഏട്ടന്മാര് പറഞ്ഞതേ അർജന്റീന കപ്പ് നിലനിർത്തുന്നതാണ്. പോർച്ചുഗൽ തൂക്കുക. ഫുട്ബോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് മറ്റു വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ലാതെ എല്ലാ ആളുകളും പരസ്പരം സഹകരിച്ചുകൊണ്ട് അവർ ഈ ലോകകപ്പിന് ഒരു ആഘോഷമാക്കുകയാണ്. വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുകയാണ്. കളി കാണാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. 200-300 ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ആവേശം ഇനി ഒരു മാസക്കാലം അത് അങ്ങനെ തുടരും. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ഫിഫ ലോകകപ്പ് ആവേശത്തിനൊപ്പം ലഹരിക്കെതിരായ പോരാട്ടമായ തൂഫാനിൽ 1001 ഗോളുകൾ ആഞ്ഞടിച്ച് മലപ്പുറം താനൂർ ദേവധാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് ടർഫിലിറങ്ങിയ കുട്ടികളടിച്ച ഓരോ ഗോളും ലഹരിക്കെതിരായ ശക്തമായ ബോധവൽക്കരണമായി. ലഹരിക്കെതിരായി ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി താനൂർ ദേവദാർ സ്കൂളിന്റെ 1001 ഗോളുകൾ. ഫിഫ ലോകകപ്പ് ആവേശം ഉച്ചസ്ഥായിലെത്തിയിരിക്കെയാണ് സ്കൂളിന്റെ ലഹരിക്കെതിരായ പോരാട്ടം. ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പറഞ്ഞാൽ കായികത്തിന് പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. ഇന്റർനാഷണൽ ലെവൽ വരെ ഹഡിൽസിൽ ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കേരള ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി പറ്റി. അതിൽ തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നാണ് ഹിന്ദിയിൽ അർത്ഥം വരുന്നത്. അപ്പോൾ ലഹരിക്കെതിരെ കൊടുങ്കാറ്റാകുക, കളിയാണ് ലഹരി, അതാണ് ഇതിനെ കൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ലഹരിക്കെതിരെ ദേവദാറും പങ്കാളികളാണ്. തൂഫാൻ 1001 ഗോളുകളാണ് ഞങ്ങൾ ആ പദ്ധതിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. PTA ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണവും ഞങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അന്തർദേശീയ മത്സരങ്ങളിലടക്കം പങ്കെടുത്ത വിദ്യാലയം കായിക രംഗത്ത് മലപ്പുറത്തിന്റെ അഭിമാനമാണ്. PTA-യുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. 24 തിരൂർ. KSRTC-യിലെ വനിതകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാവുകയാണ്. പദ്ധതി നടപ്പാക്കാനുള്ള അന്തിമഘട്ട ഒരുക്കങ്ങളിലാണ് KSRTC. ഭൂരിഭാഗം ബസ്സുകളിലും ഇതിനോടകം പ്രത്യേക സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. സീറോ ഫെയർ ടിക്കറ്റുകളുടെ മാതൃക ഇന്നലെ പുറത്തുവിട്ടു. ഉദ്ഘാടന ദിവസം സർവീസ് നടത്തുന്ന KSRTC ആദ്യ വനിതാ ഡ്രൈവർ ഷീല ഇന്ന് തലസ്ഥാനത്തെത്തും. ഉദ്ഘാടന ബസ്സിലെ കണ്ടക്ടറും വനിതയായിരിക്കും. അതേസമയം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് മുഖേന പണം ലഭ്യമാക്കാനുള്ള നീക്കങ്ങളും KSRTC സജീവമാക്കിയിട്ടുണ്ട്. സർക്കാർ ഗ്യാരണ്ടിയിൽ അനുവദിക്കുന്ന ഓവർഡ്രാഫ്റ്റ് തുക മാസം ആദ്യം KSRTC-ക്ക് ലഭ്യമാക്കുകയും മാസാവസാനത്തോടെ പലിശ സഹിതം ഈ തുക സർക്കാർ ബാങ്കുകൾക്ക് തിരിച്ചടക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പുതിയ സാമ്പത്തിക ക്രമീകരണം. കോഴിക്കോട് കുറ്റ്യാടി വടയത്ത് ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വടയം ചുണ്ടമ്മേൽ മൊയ്തുവിന്റെ മകൻ മുഹമ്മദാണ് മരിച്ചത്. അനീഷ് ദേവസിയുണ്ട് കോഴിക്കോട് വിവരങ്ങളുമായി. അനീഷ്, രാവിലെ തന്നെ അപകട വാർത്ത വരുന്നു. എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഗോകുൽ, കോഴിക്കോട് കുറ്റ്യാടി വടയത്താണ് ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നത്. ഈ വടയം ചുണ്ടമ്പേൽ മൊയ്തുവിൻ്റെ മകൻ മുഹമ്മദ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ മുഹമ്മദ് മറ്റൊരാളുടെ ബൈക്കിന് പിന്നിൽ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ ഈ വളയം അങ്ങാടിയിൽ വെച്ച് ഈ ബൈക്ക് നിയന്ത്രണം പിടിക്കും. ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തെ തുടർന്ന് ഈ മുഹമ്മദ് റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ഈ മുഹമ്മദിനെ മുടക്കല്ലൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗോകുൽ. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വൈസ്മെൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയണിന്റെ വയോജന പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. ശ്രീമൂലം ക്ലബ്ബിൽ നടന്ന പരിപാടി വൈസ്മെൻ മുൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന 1.5 കോടിയോളം രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമായത്. വൈസ്മെൻ ഇന്റർനാഷണൽ ഹെൽത്ത് മിഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടിയിൽ 2026-27 കാലയളവിലെ റീജിയണൽ ഡയറക്ടറായി മുൻ സ്റ്റേറ്റ് ടൗൺ പ്ലാനർ ജയകുമാർ സ്ഥാനമേറ്റു. ഡോക്ടർ തോമസ് ജോർജ് അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ മുൻ ഡയറക്ടർ ഷാജി മാത്യു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നീലേശ്വരം രാജാ റോഡിലെ പഴകി ദ്രവിച്ച കെട്ടിടങ്ങൾ ഭീഷണിയാവുകയാണ്. പല കെട്ടിടങ്ങളും ഏതു നിമിഷവും നിലംപതിക്കാറായ സ്ഥിതിയിലാണ്. പലപ്പോഴായി കെട്ടിടത്തിന്റെ മുകളിലെ ജീർണിച്ച ഭാഗങ്ങൾ അടർന്നു വീഴുന്നത് പതിവാകുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടങ്ങൾ ഒഴിവാകുന്നത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നീലേശ്വരം രാജാ റോഡിലെ കെട്ടിടങ്ങൾക്ക്. പല കെട്ടിടങ്ങളും ഏതു നിമിഷവും നിലം പതിക്കാറായ സ്ഥിതിയിലാണ്.
രാജാ റോഡ് വികസിപ്പിക്കുമ്പോൾ പഴയ കെട്ടിടങ്ങൾ നീക്കുമെന്ന് അധികൃതർ ഉറപ്പു പറയുമ്പോഴും അക്കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല. അധികാരികൾക്ക് കണ്ണു തുറക്കാൻ വലിയൊരു അപകടം വേണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രാജാ റോഡ് വികസനത്തിനായി സ്ഥലമേറ്റെടുക്കൽ വിജ്ഞാപനം വന്നതോടെ ഏവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾക്കും ഭൂമിക്കും പ്രതിഫലം നൽകിയാൽ മാത്രമേ ഇവ പൊളിച്ചു മാറ്റാൻ കഴിയുള്ളൂ എന്നതും ഇതിനുണ്ടായ കാലതാമസവുമാണ് ഇത്തരം കെട്ടിടങ്ങൾ അപകട ഭീഷണിയായി നഗരമധ്യത്തിൽ നിലനിൽക്കാൻ കാരണം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെയാണ് നടക്കാൻ വരുന്ന ഒരാൾ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു റോഡ് താഴേക്ക് വന്ന് പതിച്ചത്. അത് സെക്കൻഡ് ഒരു തലനാരക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. ഇത് മാത്രമല്ല ചായൂർ സ്കൂളിലേക്കുള്ള സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇവിടെ ഒരു ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് തൊട്ട് താഴെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം അത് ആ സമയത്ത് ഇത് കാറ്റോ ഒന്നും വേണ്ട, ചെറുതായിട്ട് ചെറിയൊരു അനക്കം മതി. ഓട് താഴേക്ക് നേർക്ക് ഏടും തട്ടാനൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ വന്ന് പതിക്കുകയാണ്. പതിക്കുന്ന സമയത്ത് വലിയൊരു ദുരന്തമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. മേൽക്കൂരകൾ ദ്രവിച്ച് ഓടുകൾ ഏത് സമയത്തും അടർന്നു വീഴുമെന്ന ആശങ്ക നിലവിലുണ്ട്. 1 മാസം മുമ്പ് കെട്ടിടത്തിന്റെ ജീർണിച്ച ഭാഗം വീണ 2 ചുമട്ടുതൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ സംബന്ധിച്ച വിഷയം ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതിയിൽ ചർച്ചയാവുകയും നഗരസഭയോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ കീഴിലൂടെയാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദിവസവും കടന്നുപോകുന്നത്. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതും ഈ കെട്ടിടത്തിന് സമീപത്താണ്. ഏത് സമയത്തും റോഡിലേക്ക് വീഴാൻ കാത്തിരിക്കുന്ന മേൽക്കൂരകളെങ്കിലും നീക്കം ചെയ്യാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 24 കാസർഗോഡ്. എറണാകുളം പിറവം ചാലക്കപ്പാറയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കാറിടിച്ച അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. നമ്മൾ കാണുമ്പോൾ വലിയ അപകടം ഉണ്ടാകുമെന്ന് തോന്നിയാലും അപകടമുണ്ടായെങ്കിലും എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടല്ലോ അല്ലേ? അതെ ക്രിസ്റ്റീന, ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ചാലക്കപ്പാറയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെ വൈകിട്ട് 3:30 ഈ സംഭവം ഉണ്ടായത്. ജുമാ മസ്ജിദിന്റെ മുൻവശത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലാണ് നിയന്ത്രണം വിട്ട കാർ വന്ന് ഇടിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂർക്ക് പോകുന്ന വഴി കാർ അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് പൂർണ്ണമായും ഒടിയാൻ നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം. പോസ്റ്റ് പൂർണ്ണമായും ഒടിഞ്ഞു വീഴുകയും വൈദ്യുതി ലൈനും കേബിളുകളും എല്ലാം തന്നെ പൊട്ടി വീഴുകയും ചെയ്തു. 1 മണിക്കൂറോളം അവിടുത്തെ ഗതാഗതം സ്തംഭിച്ചു. യാത്രക്കാർക്ക് പരിക്കില്ല. ഒപ്പം തന്നെ ഈ കാർ നിയന്ത്രണം വിട്ട് കയറി വരുന്ന സമയത്ത് ബൈക്കിൽ അവിടെ ഒരു 4 പേർ ആ സമയത്തുണ്ടായിരുന്ന ഒരു കുടുംബം ആ ഭാഗത്ത് നിന്നിരുന്നു. ആ ബൈക്കിൽ ഇടിക്കാതെ തലനാരിഴയ്ക്കാണ് ഈ വണ്ടി പോയി പിന്നീട് പോസ്റ്റിൽ ഇടിക്കുകയും ചെയ്തത്. പിന്നീട് KSEB ഉദ്യോഗസ്ഥരൊക്കെ എത്തി അവിടുത്തെ വൈദ്യുതി ബന്ധം നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, എറണാകുളം പിറവത്തിനടുത്ത് ചാലക്കപ്പാറയിലാണ് ഈ അപകടമുണ്ടായത്. പക്ഷേ കാർ അങ്ങനെ പോസ്റ്റിൽ ഇടിച്ചു കയറിയിട്ടും ആർക്കും പരുക്കോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായില്ലെന്നത് ആശ്വാസകരമാണ്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ന് ലോക രക്തദാന ദിനമാണ്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുകയും രക്തദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം ദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജൂൺ 14 ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ദിനം ആചരിക്കുന്നത്. രക്തഗ്രൂപ്പുകൾ വേർതിരിക്കുന്ന സംവിധാനം വികസിപ്പിച്ചെടുത്ത കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മവാർഷിക ദിനമാണ് ഈ ദിനം. 2004 ആദ്യമായി ലോക രക്തദാന ദിനം ആചരിച്ചത്. രക്തം നൽകുന്നതും സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന സംശയങ്ങൾ അകറ്റി രക്തദാനം പ്രോത്സാഹിപ്പിക്കുകയാണ് ബോധവത്കരണം ലക്ഷ്യമിടുന്നത്. സുരക്ഷിതമായി കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനും ഈ ദിനം ലക്ഷ്യമിടുന്നു. ഓരോ രക്തദാനവും മനുഷ്യത്വത്തിന്റെ വലിയൊരു അടയാളമാണ്. അത് എല്ലാ വേർതിരിവുകൾക്കും അപ്പുറം ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. രക്തം സ്വീകരിക്കുന്നയാൾക്ക് മാത്രമല്ല, നൽകുന്നയാൾക്കും നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. രക്തദാനത്തിലൂടെ ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കും. രക്തദാനത്തിന് ശേഷം ശരീരം പുതിയ രക്തകോശങ്ങൾ വേഗത്തിൽ ഉത്പാദിപ്പിക്കും. ഇത് ശരീരത്തിന് കൂടുതൽ ഉന്മേഷം നൽകുകയും ചെയ്യും. റിസർച്ച് ഡെസ്ക് 24. ചെന്നൈയിൽ അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളി യുവാവിന്റെ 10 അവയവങ്ങൾ ദാനം ചെയ്യും. കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിയും ചെന്നൈയിലെ IT ജീവനക്കാരനുമായ H രാഹുലാണ് മരിച്ചത്. S ഹരികുമാർ, S ശ്രീലത ദമ്പതികളുടെ മകനാണ്. രാജീവ് ഗാന്ധി മെഡിക്കൽ കോളേജിലാണ് അവയവങ്ങൾ നൽകുക. രാവിലെ 9 മണിയോടെ മൃതദേഹം ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം കൊല്ലത്തേക്ക് കൊണ്ടുപോകും.
വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്കെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി SIT. ഇടത് സൈബർ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. 2 ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. കേസിൽ ഇതുവരെ 9 പേരുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യാനും മറ്റുള്ളവർക്ക് അടുത്ത ദിവസം തന്നെ നോട്ടീസ് അയക്കാനുമാണ് SITയുടെ തീരുമാനം. വേൾഡ് കപ്പിന്റെ ആവേശത്തിനൊപ്പം കേരളത്തിന്റെ പച്ചപ്പ് വർദ്ധിപ്പിക്കാൻ ഒരു പള്ളി വികാരി. ഇരിങ്ങാലക്കുടയുടെ സ്വന്തം പ്ലാവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലാണ് ഈ ലോകകപ്പിന് ഒരു ഹരിത ആശയം നടപ്പാക്കുന്നത്. ഇത്തവണ ലോകകപ്പിന് ഓരോ ഗോളുകൾ പിറക്കുമ്പോഴും കൊച്ചു കേരളത്തിൽ ഓരോ മരങ്ങൾ നടും. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ നാടിന്റെ സ്വന്തം പ്ലാവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലാണ് ഈ ആശയത്തിന് പിന്നിൽ. പ്ലാവിന്റെയും മാവിന്റെയും തൈകൾ 1000 എണ്ണം വീതം തയ്യാറാക്കി വച്ചിരിക്കുകയാണ് ഫാദർ ജോയ്. ലോകകപ്പ് കളിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകളോടൊപ്പമാണ് മരത്തൈകളും ഒരുക്കിയിരിക്കുന്നത്. 2010 ലോകകപ്പ് മുതൽ ആരംഭിച്ചതാണ് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾ ഒരു മരം പദ്ധതി. അവിടെ എത്ര ഗോൾ വേണം വിചാരിച്ചോട്ടെ, ആ ഒരു ഗോളിന് ഒരു മരം നമ്മുടെ കേരള നാട്ടിലുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ഈ വേൾഡ് കപ്പിന് ഒരു പ്രത്യേകം കൂടി കിട്ടാ, ഒരു മലയാളി ഈ വേൾഡ് കപ്പിൽ സാന്നിധ്യം അറിയിക്കുന്നത് കണ്ണുകാരനായിട്ടുള്ള ഖത്തർ ടീമിന്റെ ഭാഗമായ ഒരു മലയാളി കൂടി ഉണ്ട് എന്നുള്ളത് ഈ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1000 പ്ലാവിന്റെ തൈകളും 1000 മാവിന്റെ തൈകളുമാണ് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാധകർ ഫ്ലക്സ് അടിക്കാനായി കണക്കില്ലാതെ പണം ചിലവിടുമ്പോഴാണ് കായിക അധ്യാപകൻ കൂടിയായ ഫാദർ ജോയിയുടെ ഈ ഹരിത ആശയം. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ 146 ഗോളുകൾ പിറന്നപ്പോൾ ഒരു ഗോളിന് 10 മരമെന്ന നിലയിൽ 1500ഓളം മരങ്ങളാണ് അദ്ദേഹം നട്ടത്. 2014 നാട്ടുമാവുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ 480ഓളം മാവിൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. 2018 റഷ്യൻ ലോകകപ്പിന്റെ ഭാഗമായി പിറന്ന 169 ഗോളുകൾക്ക് 1600ഓളം മാവുകളും വെച്ചു. 2022 ഖത്തർ ലോകകപ്പിൽ 172 ഗോളുകൾ വല തുളച്ചു കയറിയപ്പോൾ 250ഓളം വിയറ്റ്നാം പ്ലാവിൻ തൈകളുമാണ് വിതരണം ചെയ്തത്. മാവച്ചൻ, പ്ലാവച്ചൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ജോയ് പീനിക്കപ്പറമ്പിൽ ഇതിനകം തന്നെ 28,000ഓളം മരങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ വച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.